ലൈഫ് എപ്പോഴും സിനിമാറ്റിക് ആണ്. ലൈഫ് സിനിമാറ്റിക് ആകുമ്പോഴാണല്ലോ നല്ല സിനിമ ഉണ്ടാകുന്നത്. സിനിമ എങ്ങനെയല്ല ഉണ്ടായിക്കോട്ടെ, ഇവിടുത്തെ പ്രശ്നം അതൊന്നല്ല. ഇവിടുത്തെ പ്രശ്നം ടൈറ്റിലാണ്. ടൈറ്റിൽ സോറി, പടത്തിന്റെ പേര് പറഞ്ഞില്ല. ആചാരച്ചടങ്ങുകൾ ഇനിയും ബാക്കിയാണ്. ഈ ചെറിയ സിനിമയിൽ only 3 ക്യാരക്ടേഴ്സ്: ജിനോ, ഗോയൽ, ആൻഡപ്പൻ. അത് ഞാൻ തന്നെ. ബട്ട് വൺ കണ്ടീഷൻ, ഈ സ്മാൾ ഫിലിം വിമർശകർക്കുള്ളതാണ്. ദയവായി വിമർശകർ മാത്രം കാണുക. ഫസ്റ്റ് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. ബ്യൂട്ടിഫുൾ വുമൻസ്. ഇവന്റെ വിചാരം ഇതൊരു സിനിമയാണ്. ഇവൻ ഈ സിനിമയിലെ നായകനും. ഇതാരടക്കെ കാണുന്ന ഇപ്പുണ്ട്. നിങ്ങളോർക്കും ഇവന് ഭ്രാന്താണെന്ന്. ഭ്രാന്തല്ല, സിനിമ ഭ്രാന്താണ്. എക്സ്ക്യൂസ് മീ വുമൻസ്, which department? Nice. Still the girls. What? അക്കൂട്ടത്തിലൊന്നും ഇവന്റെ പെണ്ണ. ആരുടെ പെണ്ണായാലും കലക്കം പെണ്ണ. മാറി കേട്ടോ, മാറി. എക്സ്ക്യൂസ് മീ ബ്രോ, ഇവിടെ സ്റ്റണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടോ? എടാ നിനക്ക് പറ്റൂടാ, നീ മനസ്സിരുത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് റാങ്ക് വാങ്ങിക്കാൻ പറ്റൂന്ന്. നീ സൂപ്പർ അല്ലേ? എടാ നീ അതിനേക്കാളും വലിയ സൂപ്പറാന്ന്. എടാ നീ മനസ്സിരുത്തി നോക്കിയെങ്കിൽ അവള് വീഴും. നീ സൂപ്പറാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. നിങ്ങൾ സൂപ്പറല്ലേ? ദാവനെ കണ്ട ജിനോ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടും? ഉപദേശം. ഇവിടെ ഫ്രീ ആയിട്ട് ധൈര്യം കിട്ടും. വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നടക്കുന്നവനാണ്. കബഡി 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 കബഡി
പറ ചക്ക. സാധാരണ സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ എങ്ങനെ നായകൻ സക്സസ് ആവും, പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ആകാണ്. ഹെഡ്സ് ആന്റപ്പാ, ഈ കളി ജയിപ്പിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഒക്കെ കിടാങ്ങളാ, സിമ്പിളായിട്ട് ജയിക്കാന്നുള്ളൂ. നീ സൂപ്പറാ, നമ്മളെല്ലാവരും സൂപ്പറാ. ഓക്കെ, ഒത്തുപിടിച്ച മലയും പോരും. പക്ഷെ ഉടുക്കത്തപ്പെട്ട വിളി. എന്തുവാടേ ഇത്? ഏയ്, കളത്തിൽ ഇനി നീ മാത്രമേ ഉള്ളൂ. നിനക്ക് പറ്റും, നീ സൂപ്പറാടാ. കളി ജയിച്ചിട്ട് വാടാ.
പൊളിച്ച്. പിന്നെ ഏയ് എല്ലാം തൊലിച്ചിട്ട് വന്ന് നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? ഏയ് ഏയ് എപ്പോഴും പടത്തിലെ ഒരു ലവ് സീൻ മസ്റ്റാണ്. ലവ് സീൻ. നീ സൂപ്പർ അല്ലടാ. നീ സൂപ്പർ എന്റെ അല്ലടാ. ദേവി. ഞാനും സൂപ്പർ അല്ലടാ. ഹേയ് 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 അതെന്റെ ദേവി. ഏത്? എല്ലാം സൂപ്പറാടാ. നമ്മളെല്ലാവരും സൂപ്പറാടാ. ഞാനും സൂപ്പർ. എല്ലാവരും സൂപ്പർ. എന്റെ പൊന്നു കർത്താവേ. She's my sassy girl. അവളോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കടാ. ഏയ് 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 എന്റെ മുമ്പിൽ നിന്നും പോ. എന്റെ കൺമുമ്പിൽ നിന്നും പോ. അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ട് എന്റെ മുമ്പിൽ വാ. പോ പോ പോ. എക്സ്ക്യൂസ് മീ ആര്യ, ഒരു മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് വരൂ. കാര്യം എന്താ? കാര്യം ലവ് മാറ്റർ ആണ്. അത് പിന്നെ എൻ്റെ കാര്യമല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യമാണ്. ഒരു മിനിറ്റ്, ഞാൻ അപ്പം അവനെ വിളിച്ചോണ്ട് വരാം. ഒന്ന് നിൽക്കേ. ഡാ ഡാ വാടാ ആര്യ, ജസ്റ്റ് Oh my beauty queen. മനുഷ്യരാശിയുടെ പ്രധാന ഘടകം ബന്ധങ്ങളുടെ ചരടാണ്. അതവുമായി മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മനുഷ്യരാശി വരെ ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ഡോണ്ട് യു നോ? അങ്ങ് റോമിയോ ജൂലിയറ്റ് മുതൽ ഇന്ന് നള ദമയന്തി വരെ അതിലെത്ര പേര് ഒരുമിച്ചു എന്നുള്ളത് വിധിയുടെ വിളയാട്ടം. ഏയ് ഏയ് ഏയ്. ഇനിയിപ്പോ ഭവതിയുടെ അഭിപ്രായം എന്താണ്? ഭവതിയോ? അല്ല ഏയ് ഏയ് ഞാൻ ഏയ് ഏയ്. ഉം, ഉം. ചളാക്കല്ലടാ തെണ്ടി. സ്റ്റോപ്പ്. അയ്യോ നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ ഇല്ലാതൊരു ജീവിതമില്ല. ആ! ഇനി വെറുതെ ഒരു ആക്ഷൻ സീൻ കട്ട്.
വില്ലനാ. ഇവൻ ഞങ്ങൾ കൊല്ലാൻ പോവാ. ഈ അടിക്ക് പിന്നിൽ വേറൊരു സീനുണ്ട്. എന്താടാ? ആ താടിക്കാരൻ തടിയെ നിന്നെ നോക്കണു. തിരിച്ചു നോക്കടാ, നിന്നെ കണ്ടു പറ്റും. ഇതൊന്നും ശരിയാവില്ലടാ. ഏയ് നോക്കടാ, ആമ്പിള്ളേരുടെ വില കളയല്ലേ. അവൻ വീണ്ടും നോക്കണ്ട്. നീ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെല്ല്. ഇത് വേണോ? ഏയ് നീ വീണ്ടും വില കളയല്ലേ, ചെല്ലടാ. ആ നോക്കി നിൽക്കാതെ അവന്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചൂടടാ, നിനക്ക് പറ്റും. ഏയ് അവന്റെ മോന്തക്കിട്ടൊരു കുത്തു കൊടുക്കടാ. അമ്മേ, ഇനി ഇതിന്റെ റിവഞ്ച്. അവൻ സൂപ്പറാടാ, അവന് പറ്റും. എന്തടാ? ഏയ് 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 ഏയ്. ശ്ശ്. ഇതെന്റെ കളം. ഏയ് ഏയ് ഹേ, നീ എന്നെ തല്ലോ? ഓഹോ. ഒറ്റയ്ക്ക് സംസാരിക്കണോ കൂട്ടായിട്ട് സംസാരിക്കണോ? വേണ്ടടാ, കൂട്ടമായിട്ട് സംസാരിച്ചാ മതി. ചള്ളു ചെക്ക. അവനും സൂപ്പറാണെന്നാ തോന്നണേ. അയ്യോ അയ്യോ, പോടാ പന്നി. ഇനി ഒരു ഡീലിംഗ് സീൻ. കാശിനല്പം കുറവുണ്ട്, എന്തെങ്കിലും പ്രശ്നമാവോ? അങ്ങോട്ട് നോക്ക്. എടാ, ആള് സൂപ്പറാണെന്ന് തോന്നണേ. കയ്യിന്റെയും കാലിന്റെ ഇടയിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്.
Hello. I am Bushtash. William Bushtash. Sit down. ഇപ്പൊ സമയത്രേ 10:55. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞ സമയത്രേ 11 അല്ലേ? എന്നാ വെയിറ്റ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ 11 ഇരിക്കാം. അഞ്ച് മിനിറ്റ്, അതാണ് ഞാൻ ഈ ഡീലിന് അനുവദിച്ചിരിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ ഫിനിഷ്. എട്ട് 308, 15 307, പിന്നെ 10-25 പെറ്റി കേസ്. ഇതെല്ലാമാണ് എൻ്റെ നേട്ടം. ഞാനിതിവിടെ പറയുന്നത് ജസ്റ്റ് ബിൽഡ്, അതാവശ്യമാണ്. Okay, now let's come to the point. എക്സ്ക്യൂസ് മീ സാർ. What's the problem with you, man? അല്ല സാർ, ആ ബൾബ് വന്നിട്ടിരുന്നെങ്കിൽ മോൻ കണ്ടൊന്ന് സംസാരിക്കായിരുന്നു. ഈ 12 സെന്റ് സ്ഥലവും പൊളിഞ്ഞ കെട്ടിടോ ആരെന്നറിയും? എന്റെ അത് ഞാൻ പറയുന്ന ഇവിടെ നടക്കും. അല്ലെങ്കിൽ നിന്റെ താടിക്ക് ഞാൻ തീ കൊടുത്തു. എന്റെ താടിയോ? എനിവേ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എമൗണ്ട് ഓക്കെ ആണെങ്കിൽ ഡീൽ സ്മൂത്ത് ആയിട്ട് പോകും. അല്ലെങ്കിൽ What's the problem with you guys? സാറേ എമൗണ്ട്. എമൗണ്ട് സാർ കാശ്. ക്യാഷ് കാശില്ലേ? അതല്ല സാർ, കുറച്ച് എമൗണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഷോർട്ടേജ്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ കയ്യില് എത്ര എമൗണ്ട് ഉണ്ടാവും? സാർ ഒരു 5,000. What? 5,000? ഇതിന് പിന്നിൽ വേറെ സീനുണ്ട്, അശ്ലീലം. ഇതാണ് സൂപ്പർ പടം. ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, കഥയില്ല, ക്ലൈമാക്സ് ഇല്ല, മനുഷ്യ മനസ്സിനെ തഴിലുണർത്തുന്ന കാശുവാരി പടം. എടാ വേഗം ഒരു തീരുമാനം പറയും. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇമാരി പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ഗോയലെ, നീ എങ്കിലും ഒരു തീരുമാനം പറയും. ഏയ് ഇമാതിരി തൊട്ടിപ്പണിക്ക്
ലുക്ക് അറ്റ് മീ. മാരേജ് ഈസ് ഈക്വൽ ടു കാറ്, വീട്, ബാങ്ക് ബാലൻസ്. ഒരു ജോലിയും കൂലിയില്ലാത്ത നമ്മളൊന്ന് സെറ്റിൽ ആവണമെങ്കിൽ എത്ര വർഷം എടുക്കണം? യു തിങ്ക് ഇറ്റ്, യു ഡിസൈഡ് ഇറ്റ്. അതെ, സംഗതിയൊക്കെ കൊള്ളാം. ഡീലിങ്സിനൊന്നും കിട്ടില്ല. കാശ് വേണമെങ്കിൽ ഞാൻ തരാം. മതി, കാശ് മതി. കോയിലെ നമുക്ക് മുന്നോട്ട് നീങ്ങിയാലോ? ഐ ടോൾഡ് യു സോ മെനി ടൈംസ്, ഈ തൊട്ടിപ്പണിക്ക് എന്നെ കിട്ടൂല. ബ്ലഡി പാക്കേഴ്സ്. So, I am alone. രൂപയ്ക്കൊന്നും പെണ്ണിനെ കിട്ടില്ലാന്ന്. കഷ്ടം. See guys, എമൗണ്ടിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. 3000 കുറവുള്ളൂ, അത് ഞാൻ ശരിയാക്കി തരാം. I like it guys, I like it. എന്നെ കൊണ്ട് പറ്റും. Then stand up. Deal. ഇതെന്താണ്? അതെ, കോട്ടിനുള്ള കാശ് ഒതുക്കിയിട്ട് വെക്കാനായിരിക്കും. Five minutes is over. Now the deal is also over. Get out, guys. 1 minute. 1843 മാർക്സിസം എന്ന ലെവൽ വന്നു. അതിന് 2 മുഖമായിരുന്നു. മാർക്സ്, ലെനിൻ. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. അതിനും 2 മുഖങ്ങളായിരുന്നു. നേതാജി, ഗാന്ധിജി. ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്. യു സീ ദ സിമിലാരിറ്റീസ്. ലോകത്തേത് കാര്യത്തിനും 2 മുഖം, 2 വ്യക്തിത്വം, 2 കാഴ്ചപ്പാട്. എന്തെങ്കിലും മനസ്സിലായോ? പുതിയ സിനിമകളൊന്നും കാണാറില്ലേ? That's me. സെറ്റപ്പിന് കാഴ്ചയോടുന്നു ഞാൻ. എല്ലാവരും വിചാരിക്കും ഡീലിംഗ് സക്സസ് ആയെന്ന്. പക്ഷേ എൻ്റെ കാശ് Yes, I'm a fraud. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ലവ് സീൻ, ആക്ഷൻ, എല്ലാത്തിനും ബലിയാട്. ഇനിയിപ്പോൾ ക്ലൈമാക്സ്. അതാണല്ലോ രീതി. പലതരം പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ടി 2 ക്ലൈമാക്സ് ഞാൻ കാണിക്കാം. ക്ലൈമാക്സ് 1. എടാ അഞ്ജലി എന്റെ പെണ്ണാടാ. എന്റെയും ഇവന്മാർ ഈ പറയുന്ന അഞ്ജലിക്ക് ഇവന്മാരെ അറിയ പോലുമില്ല. ഇതിനെല്ലാം ഉപരി അഞ്ജലി എൻ്റെ പെണ്ണായിരുന്നു. ഞാൻ തരാം.
ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലുള്ള ഇവന്മാരുടെ ഈച്ചത്. ഇതിനെയും ക്ലൈമാക്സ് എന്ന് വിളിക്കാം. ക്ലൈമാക്സ് 2. ഒറ്റ ചോദ്യം, ഫ്രണ്ട്ഷിപ്പ്, പണം, ഇതിലേതാ വലുത്? അതിനെന്താണ് സംശയം? പണം. പണം തന്നെയാണ് വലുത്. യൂസ് ഇറ്റ്. ഐ എം വിത്ത് യു. എടാ പട്ടിക്കുറുക്കന്മാരെ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ തെണ്ടികള്. നിങ്ങളെല്ലാവരും സൂപ്പറാണ്. എല്ലാവരും സൂപ്പറാണെന്ന് വിചാരിച്ചാൽ ഞാനാണ് സൂപ്പർമാൻ. എടാ ജിനോ, നിങ്ങൾ ഒരുമിച്ചെടുത്ത ലോട്ടറി ഇല്ലേ 1 കോടി, അതടിച്ചടാ, ചെലവുണ്ടിട്ടാ. ആ ബാഗ് നിറയെ കാശ, ലോട്ടറി അടിച്ച കാശ് 1 കോടി. ഇനിയുള്ള കളി ഈ ബാഗിന്റെ പേരിലാണ്. ഇനി ഇപ്പൊ ഇവന്മാർക്ക് ഷെയർ കൊടുക്കേണ്ടി വരുമോ? അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. 2 എണ്ണത്തിന് തട്ടിയിട്ടാണെങ്കിൽ ഈ കാശ് ഞാൻ സ്വന്തമാക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പൊ ഈ തെണ്ടി അങ്ങനെ ചെയ്യോ? ഇതിനോട് ശരിയില്ല. ഇവനും വലിയ ശരിയൊന്നും 50 രൂപയുടെ ലോട്ടറിയിൽ 48 രൂപ എൻ്റെ, 2 രൂപയെ പറട്ടകൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനവന്മാർക്ക് ഷെയർ മാണിതേക്കാം, 2 തട്ടിയേക്കാം. ഒരുത്തനിട്ട് പണിയുമ്പോൾ മറ്റൊരുത്തം പണിയും. ഈ പണി അത്ര പണിയല്ല. ഒന്ന് വിചാരിച്ചോ, ഈ കാശ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. 2-1 തട്ടിയിട്ടാണെങ്കിലും ഞാനിത് സ്വന്തമാക്കും. ഫസ്റ്റ് ടാർഗറ്റ് നീ. ഹേയ്, ഇത് ശരിയാവില്ല. ഇവന്റെ ഒരു പണിയോ. ഈ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എന്നെ നായകനാക്കി, എന്നെ സൂപ്പർ സ്റ്റാറാക്കി, എനിക്ക് എന്നൊരു പടം ചെയ്യാം. ഈ ഭരണപട്ടികൾ ഒഴിവാക്കാൻ പാമ്പ് പോട്ടന്മാരെ പോലെ ഞാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ടാ ഇവനായിട്ട് ഞാൻ ready. എന്നോട്ട് കണ്ടില്ല പൂച്ചക്കണ്ണ തെണ്ടി. കഥ നോക്കി പേടിപ്പിക്കണേ ബോംബ് വെച്ചിട്ടുണ്ടോ? ഇന്നൊരു കൊല്ലുന്ന തുണി കർത്താവി കോശി പോവോ? വെക്കടാ പരസ്പരം പേടിച്ച് ചാവടാ, എന്നിട്ടാണ് എനിക്ക് കാശുണ്ടോടാ. ഉന്നം തെറ്റി. അവന്റെ ഉന്നം കുഴപ്പമില്ല കേട്ടോ, എന്റെ തോക്കും കുഴപ്പമില്ല. അടിപൊളി. അയ്യോ വെടിവെച്ച് എന്റെ കാര്യം സൂപ്പറാവൂല കർത്താവേ. എന്റെ അപ്പ ഇത് ബോറായി പോയി. ഒരു ക്ലൈമാക്സ് ആയി പോയി. ഇതിപ്പോ ഞാൻ ചാവൂലോ. ഇങ്ങനെ ചാവണ ക്ലൈമാക്സ് ഒന്നും ഇപ്പൊ വേണ്ട. സിനിമയുടെ സമ്പ്രദായം അനുസരിച്ച് 2 ക്ലൈമാക്സ് ഞാൻ കാണിച്ചു. ഒന്ന് ഇഷ്ടപ്പെടാത്തവര് മറ്റൊന്ന് ചൂസ് ചെയ്തോ. ഇനി 2 ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദാ ഇത് പിടിച്ചോ. കട്ട്. കട്ടുന്ന് കട്ട് കട്ട്. അത് മനസ്സിലായിരുന്നെങ്കിൽ അത് സൂപ്പറാണ്.
ഞാൻ